മാലിന്യമുക്ത നവകേരളം ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം നടത്തി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ശുചിത്വ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഞ്ചായത്തിന്റെ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രൊജക്ടുകൾ, കണ്ടെത്തലുകൾ, സാമൂഹിക തലത്തിലുള്ള ഇടപെടലുകൾ, പരീക്ഷണങ്ങൾ തുടങ്ങിയവ അവതരിപ്പിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും പഞ്ചായത്തിന്റെ പ്രശംസാപത്രവും മൊമന്റോയും നൽകി. ശുചിത്വ പ്രതിജ്ഞയോടെ ആരംഭിച്ച ശുചിത്വോത്സവത്തിന്റെ ഉദ്ഘാടനം കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരുകദാസ് നിർവഹിച്ചു. നമ്മൾ മാലിന്യം ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത് സംസ്കരണം ചെയ്യേണ്ട ചുമതലയും നമ്മൾ തന്നെ മാലിന്യം വലിച്ചെറിയാതെ നല്ല രീതിയിൽ സംരക്ഷിച്ച് സംസ്കരണം ചെയ്താൽ മാത്രമേ അതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിന് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നാണ് ആദ്യമായിട്ട് ലക്ഷ്യം. നമ്മുടെ കുട്ടികളാണ് ഇനി നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. അവർ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി സമൂഹത്തിൽ മാലിന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഇനി വരും തലമുറ നല്ല രീതിയിൽ അവബോധത്തോടുകൂടി വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് പരിസ്ഥിതിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാടിനെയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെ നിലനിർത്താൻ സാധിക്കുള്ളൂ എന്നാണ് അറിയിക്കാനുള്ളത്. ഇതിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ കാഴ്ചവെക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അതിന്റെ സ്കോളർഷിപ്പ് വിതരണം ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ, നിങ്ങളുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ സ്കൂൾ തലത്തിലും ഗവൺമെന്റ് തലത്തിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കിയാൽ നമ്മുടെ നാട് വളരെ സുന്ദരമായിട്ടുള്ള നാടാക്കി മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങളാണ് അതിന്റെ മെയിനായിട്ട് ഇനി നാടിന് നയിക്കേണ്ട നമ്മുടെ വലിയ തലമുറകളുള്ള നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വിദ്യാർത്ഥികൾ. ക്ലീൻ കേരള കമ്പനിയുടെ വൃത്തിയുണ്ടെങ്കിൽ നാളെയുണ്ട് എന്ന ശുചിത്വ സന്ദേശത്തിന്റെ പ്രചരണം ബ്രോഷർ പ്രകാശനവും നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വി രജിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീലേഖ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ലീൻ കേരള സെക്ടർ കോർഡിനേറ്റർ പി വി സഹദേവൻ വിഷയാവതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ അബ്ബാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പ്രിയ, മെമ്പർമാരായ സോണി, റോണി, ഗിരിജ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയങ്ക, പ്രൊജക്ട് അസിസ്റ്റന്റ് പി റോഷ്നി എന്നിവർ പ്രസംഗിച്ചു. കൊടുവായൂർ GHSS, കൊടുവായൂർ ഹോളി ഫാമിലി കോളേജ്, വടക്കുംപാടം JBS, കാക്കയൂർ DMSB സ്കൂൾ, എത്തനൂർ GUP സ്കൂൾ, വെട്ടുംപുള്ളി BGM JBS, കൊടുവായൂർ SMM ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപക പ്രതിനിധികളും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.